7 ചാപ്റ്ററാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കുള്ള ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, പകരം സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ആദ്യം നമുക്ക് പരിചയപ്പെടുന്നത് സബ് ഷെല്ലുകളാണ്. അതായത് ഷെല്ലുകൾ പ്രധാനമായിട്ടും 4 കെ, എൽ, എം, എൽ. ഇവയെ സബ് ഷെല്ലുകളാക്കി കൂടി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ കെയുടെ സബ് ഷെല്ലാണ് 1s. അതുപോലെ എല്ലിന് 2 സബ് ഷെൽസ് ഉണ്ട്, 2s ഉം 2p. എമ്മിന് 3 സബ് ഷെൽസ് ഉണ്ട്, 3s, 3p, 3d. എന്നിന് 4 ഉണ്ട്, 4s, 4p, 4d ആൻഡ് 4. ഓക്കെ, ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ് ഷെല്ല് 1s ആണ്, സെക്കൻഡ് സബ് ഷെല്ല് 2s ആണ്, തേർഡ് വൺ 2p, and fourth one 3s, again 3p, 3d, 4s. നമുക്ക് ഈ 4s വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇലക്ട്രോണിക് ഫില്ല് ചെയ്യുന്നത് 1s ആണ്, സെക്കൻഡ് വൺ 2s, then 2p, അത് കഴിഞ്ഞ് 3s, അത് കഴിഞ്ഞ് 3p. 3p കഴിഞ്ഞാൽ 3d-ലല്ല ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, പകരം 4s. 3p കഴിഞ്ഞാൽ പോകുന്നത് 4s ആണ്. 4s കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇവിടെ ഒരു d ഇലക്ട്രോൺ വരികയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്ന ഒരു റൂളാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി കൂടി വരുന്ന ക്രമത്തിൽ മാത്രമേ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അതിൽ 1s ലോവസ്റ്റ് എനർജി, അത് കഴിഞ്ഞാൽ 2s, then 2p, 3s, 3p കഴിഞ്ഞാൽ എനർജി കൂടുതൽ 4s ആണ്, അതിലും കൂടുതലാണ് 3d. അതുകൊണ്ടാണ് 3p കഴിഞ്ഞാൽ ഉടനെ എവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 4s-ൽ, അത് കഴിഞ്ഞിട്ട് 3d. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പഠിക്കാനുള്ളത്. അതിൽ കുറച്ച് എക്സാമ്പിൾസും അതെങ്ങനെയാണ് വരുന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനം. അപ്പൊ നമുക്ക് കുറച്ച് എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11. അപ്പൊ ഇതിൽ 11 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് മീൻ. അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം ഇലക്ട്രോണിന്റെ എണ്ണം 11. അതിൽ ഫസ്റ്റ് സബ് ഷെല്ല് 1s. എസിനകത്ത് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അതുപോലെ ടി സബ് ഷെല്ലിനകത്ത് 6, ഡി സബ്ഷെല്ലിനകത്ത് 10, എഫ് സബ്ഷെല്ലിനകത്ത് 14. ഇതാണ് സബ്ഷെല്ലുകളുടെ മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. എക്സിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. അപ്പോൾ 1s ആണ് ഫസ്റ്റ് സബ്ഷെൽ. അപ്പോൾ ഫസ്റ്റ് സബ്ഷെല്ലിനകത്ത് ഉൾപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2. സെക്കൻഡ് വൺ 2s, അത് മാക്സിമം 2 ആണ്. അടുത്ത സബ്ഷെല്ല് 2p ആണ്. 2p എന്ന് പറഞ്ഞാൽ പിക്കകത്ത് മാക്സിമം ഉൾപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 6. ഇപ്പോൾ മൊത്തം 2 + 2 + 6 മൊത്തം 10 ആയി. ആകെ ഇലക്ട്രോണിന്റെ എണ്ണം 11 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ ഉള്ളൂ, അത് അടുത്ത സബ്ഷെല്ലിലേക്ക് പോകും. അത് 3s ആണ്. 3s-നകത്ത് ഒരു ഇലക്ട്രോൺ. ഇതാണ് സോഡിയം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 11, 1s2, 2s2, 2p6, 3s1. ഓക്കെ, ഇതുപോലെ ഏത് എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. അതാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളതും അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എലമെന്റ് Fe, അറ്റോമിക് നമ്പർ 26. മെയിൻ ചെയ്യുന്നത് ഇതിനകത്ത് 26 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണ്. ഫസ്റ്റ് സബ്ഷെല്ല് 1s, മാക്സിമം 2 ഇലക്ട്രോൺ. സെക്കൻഡ് സബ്ഷെല്ല് 2s, മാക്സിമം 2. അടുത്തത് 2p, 6 ഇലക്ട്രോൺ. 3s, 2 ഇലക്ട്രോൺ. ഇപ്പോൾ മൊത്തം 12. നെക്സ്റ്റ് 3p, 6 ഇലക്ട്രോൺ. 3p കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത സബ്ഷെല്ല് 3d ആണെങ്കിലും 4s-ലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് സബ്ഷെൽ 3p കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള സബ്ഷെല്ലാണ് ഇലക്ട്രോൺ വരുന്നത്. അതായത് 3p കഴിഞ്ഞ ഇലക്ട്രോൺ വരുന്നത് 4s-ലാണ്. എസിനകത്ത് മാക്സിമം കൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2. ഇവിടെ വരെ കംപ്ലീറ്റ് എഴുതുമ്പോൾ 20 ഇലക്ട്രോൺസ് ആണ്. അത് കഴിഞ്ഞ് 6 കൂടി ഉണ്ട്, അതാണ് 26 എന്ന് പറയുന്നത്. അപ്പൊ ആ 6 ഇലക്ട്രോൺ 3d-ലേക്ക് വരും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഒന്നുകൂടി പറയാം. 1s എഴുതി, 2s കംപ്ലീറ്റ് ആക്കി, 2p കംപ്ലീറ്റ് ആക്കി, 3s എഴുതി, 3p എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് 4s-ലാണ്. 4s മാക്സിമമായ 2 ഇലക്ട്രോൺ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ 3d ഇലക്ട്രോൺ വന്നിട്ടുള്ളൂ. അതാണ് 6 ഇലക്ട്രോൺ നിലനിൽക്കുന്നത്. കാരണം 4s കംപ്ലീറ്റ് ആകുമ്പോൾ 20, ബാക്കി 6 അത് 3d-ലും. ഓക്കെ,
ഇതുപോലെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. പക്ഷേ ഇത്ര സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അറ്റോമിക് നമ്പർ തന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിൽ ഇപ്പോൾ പുതിയ മെത്തേഡ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് പകരം അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ അയോൺ എന്താണെന്ന് അറിയാം. അയോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അയോൺസ്. അപ്പൊ ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അയോൺസ്. ചാർജ് രണ്ട് ടൈപ്പ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ ഒരു ആറ്റം Fe, ഫോർ എക്സാമ്പിൾ Fe എന്ന ആറ്റം Fe2+ ആവുന്നത് എന്ന് പറഞ്ഞാൽ Feക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ ചാർജ് കിട്ടിയ ആറ്റത്തെ വിളിക്കുന്ന പേരാണ് അയോൺ. Feക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് എന്നാ പറഞ്ഞേക്കുന്നത്. പോസിറ്റീവ് ചാർജ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കളയുമ്പോൾ കിട്ടുന്ന ചാർജാണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇലക്ട്രോണിനെ കളയുമ്പോൾ കിട്ടുന്ന ചാർജ്, ഡൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജാണ് പോസിറ്റീവ് ചാർജ്, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജാണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ Fe എന്ന ആറ്റം എത്ര ഇലക്ട്രോണിനെ കളഞ്ഞിട്ടുണ്ട് എന്ന് മീൻ ചെയ്യുന്നതാണ് ഈ 2+ ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. അപ്പോൾ Feക്കകത്ത് മൊത്തം എത്ര ഉണ്ടായിരുന്നു? 26. അതിൽ നിന്ന് രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ 24. അപ്പോൾ 24 ഇലക്ട്രോൺ ഉള്ള Fe2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, Fe2+ എഴുതാൻ പറഞ്ഞാലും ഫസ്റ്റിനെ നമ്മൾ Fe എഴുതിക്കണം. കാരണം ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റിൽ Fe2+ തരത്തില്ല, Fe26 തരാറുള്ളൂ. നമ്മൾ Fe2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. അപ്പൊ അതെങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ 26 നിന്ന് 2 ഇലക്ട്രോൺ പോയി എന്നതാണ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. 26 നിന്ന് 2 പോയാൽ 24. ഫസ്റ്റ് നമ്മൾ Fe ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതുപോലെ എഴുതണം. 26 എഴുതണം. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് 2 ഇലക്ട്രോൺ പോയത്. അതല്ല നമ്മൾ ഒറ്റയടിക്ക് 26 നിന്ന് 2 പോയിട്ട് 24 എഴുതരുത്, അത് തെറ്റാണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ട് അത് എവിടെ നിന്നാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷനിൽ നിന്നാണ് ആ 2 ഇലക്ട്രോൺ പോകുന്നത്. ഓക്കെ, അപ്പോൾ 4s നിന്നാണ് 2 ഇലക്ട്രോൺ പോയിരിക്കുന്നത്. അപ്പൊ 4s നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ പിന്നെ 4s അവിടെ ഉണ്ടാവില്ല. അപ്പൊ ബാക്കി എത്ര വരെ ഉണ്ടാവും? 3d6 വരെ ഉണ്ടാവും. ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 3d6 എന്നതാണ് Fe2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അല്ലാതെ നമ്മൾ 24 വെച്ച് കഴിഞ്ഞാൽ 26 നിന്ന് 2 കുറച്ച് 24 വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടി വരും. 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s2, 3d4 എന്ന്. കാരണം 4s വരെ 20, അത് കഴിഞ്ഞ് 3d4 വരുമ്പോൾ 24. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. കാരണം അയോൺ ആകുമ്പോൾ ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് വേണം കളഞ്ഞിട്ട്. സോ ഇതാണ് അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. Fe2+ തന്നെ ചോദിക്കേണ്ടതില്ല, Cu2+ഓ Cu+ഓ ഒക്കെ ചോദിക്കാം. ഇത് സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പീരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് 3 എക്സാമ്പിൾ നോക്കാം. ഒന്ന് 1s2, 2s2, 2p6, 3s1. ഈ എലമെന്റിന്റെ എ എന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതാണ്, പീരിയഡ് ഏതാണ്, ബ്ലോക്ക് ഏതാണ്? അതായത് പീരിയോഡിക് ടേബിളിനകത്ത് 18 ഗ്രൂപ്പും 7 പീരിയഡും 4 ബ്ലോക്കും. നമുക്കറിയാവുന്നതാണ് 18 ഗ്രൂപ്പ്, 7 പീരിയഡ്, 4 ബ്ലോക്ക്. 4 ബ്ലോക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇവയാണ് 4 ബ്ലോക്ക്. ഈ 4 ബ്ലോക്കിലെ ഏത് ബ്ലോക്കിലാണ് ഈ എലമെന്റ് വരുന്നത്, 7 പീരിയഡിൽ ഏത് പീരിയഡിലാണ് ഈ എലമെന്റ് വരുന്നത്, 18 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് ഈ എലമെന്റ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് അത് എളുപ്പം പറയാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ എഴുതി വെച്ചേക്കുന്ന എവിടെയാണോ അതിലിരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ആണ് ബ്ലോക്ക്. ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഏറ്റവും ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ, അതായത് അവസാന ഇലക്ട്രോൺ നമ്മൾ എവിടെയാണോ എഴുതി നിർത്തുന്നത് അവിടുത്തെ ഇംഗ്ലീഷ് ലെറ്റർ ആണ് ബ്ലോക്ക്. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ഇംഗ്ലീഷ് ലെറ്റർ എന്ന് പറയുന്നത് ഇതാണ് എസ്. അടുത്ത പീരിയഡ്. പീരിയഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഈ ഇടത്തെ സൈഡിൽ കുറെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആ ഇടത്തെ സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളിൽ ഏറ്റവും വലുതാണ് പീരിയഡ് നമ്പർ. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ 3 ആയതിനാൽ പീരിയഡ് നമ്പർ 3. അടുത്തത് ഗ്രൂപ്പ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് 3 ബ്ലോക്കിൽ എസിലും പിയിലും ഡിയിലും എഫിലും എല്ലാം ഡിഫറെന്റ് ആണ്.
അതിൽ എസിൽ കണ്ടുപിടിക്കുന്ന പോലെ അല്ല പിയിൽ കണ്ടുപിടിക്കുന്നത്, അതുപോലെയല്ല ഡി. അപ്പോൾ ആദ്യം നമ്മൾ എന്തുവരെ കണ്ടുപിടിക്കുന്നത് എസ് അല്ല ബ്ലോക്ക് ആയിരിക്കണം. ബ്ലോക്ക് ഇവിടെ എസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് ബ്ലോക്ക് ആയതിനാൽ എസ് ബ്ലോക്ക് ആണ് ഒരു എലമെന്റ് എങ്കിൽ, അതായത് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് സബ് എസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, അതിന്റെ മുകളിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അത് പീരീഡ് ആയിട്ട് എഴുതുക. അപ്പൊ ബ്ലോക്ക് എസ് ആണെന്നാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ആ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതിന്റെ മുകളിൽ കിടക്കുന്ന നമ്പറിനെ ഗ്രൂപ്പ് ആയിട്ട് എഴുതുക. അതൊരു എക്സാമ്പിൾ 1s2 2s2 2p6 3s2 3p6 3d 4s2. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അവസാനം നമ്മൾ എഴുതി നിർത്തുന്നത് ഇവിടെയാണ് 4s2. അതിൽ കിടക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്, അതിനാൽ ബ്ലോക്ക് എസ്. ഇടത്തെ സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ 4 ആണ്, അതുകൊണ്ട് പീരീഡ് നമ്പർ 4. ഗ്രൂപ്പ് ബ്ലോക്ക് എസ് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് ആ ലാസ്റ്റ് സെക്ഷനിലെ മുകളിൽ കിടക്കുന്ന നമ്പറാണ് സെക്കൻഡ്. അപ്പോൾ ഈ എലമെന്റ് എസ് ബ്ലോക്കിലെ 4ാം പീരീഡിലെ 2ാം ഗ്രൂപ്പ് എലമെന്റ്. ഇങ്ങനെയാണ് എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമുക്ക് പിയുടെയും ഡിയുടെയും കണ്ടുപിടിക്കാനുണ്ട്. അതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ P എന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിം കണ്ടീഷൻ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിൽ ഒരു മാറ്റവുമില്ല, പഴയ പോലെ തന്നെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും അവസാനം എഴുതി വെച്ചിരിക്കുന്നതിലെ ഇംഗ്ലീഷ് ലെറ്റർ. അപ്പൊ ഇവിടെ ഏറ്റവും അവസാനം എഴുതിയത് ഒരു 5 ആയിരുന്നു, അത് കിടക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ പി, അതുകൊണ്ട് ബ്ലോക്ക് പി. പീരീഡിന് മാറ്റമില്ല, അതേ റൂൾ തന്നെയാണ് പീരീഡ് കണ്ടുപിടിക്കാനും. പീരീഡ് എന്ന് പറയുന്നത് ഇടത്തെ സൈഡിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ 3. സോ പീരീഡ് 3. നെക്സ്റ്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് നോക്കണം. ഇത് എസ് ബ്ലോക്ക് എലമെന്റ് അല്ല, പി ആണ്. അതിനാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന രീതി ഇതാണ്. പി ബ്ലോക്ക് ആണെങ്കിൽ ആ പിയുടെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന പിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറിലൂടെ ഒരു 12 ആഡ് ചെയ്യണം. ഓക്കെ, ബ്ലോക്ക് പി ആണെങ്കിൽ പിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറിലൂടെ ഒരു 12 ആഡ് ചെയ്യാം. സോ അത്രയുമായിരിക്കും ഗ്രൂപ്പ്. അപ്പൊ ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെന്റ്. നമുക്ക് ഒരു ഡി ബ്ലോക്ക് എലമെന്റിനെ പരിചയപ്പെടാം, അല്ലെങ്കിൽ ഡി ഇലക്ട്രോൺ വരുന്നതിനെ പരിചയപ്പെടാം. 1s2 2s2 2p6 3s2 3p6 3d 4s2 3d5. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1s ആദ്യം വേണ്ടി 2s 2p 3s 3p 4s, അത് കഴിഞ്ഞ് നമ്മൾ വന്നത് 3d ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്ന എവിടെയാണ് 3d യുടെ മുകളിൽ ഒരു ആൻസർ. അപ്പൊ ലാസ്റ്റ് എഴുതി നിർത്തിയതിനകത്ത് കിടക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ. സോ അവസാനം എഴുതിയിരിക്കുന്നത് ഇവിടെ 5 ആണ്, അതിൽ കിടക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ആണ് ഡി. സോ ബ്ലോക്ക് ഡി ബ്ലോക്ക് ആണ്. കാരണം നോക്കണം, നമ്മൾ എഴുതി വരുമ്പോൾ ലാസ്റ്റ് സെക്ഷനിലെ 4s ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതി നിർത്തിയത് 3d ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എഴുതിയത് ഡി. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ അവസാനം എഴുതി നിർത്തുന്നിടത്ത് കിടക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ആണ് ബ്ലോക്ക്. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഡി ആയത്, എസ് അല്ല. കാരണം ഡിക്കകത്ത് ഇലക്ട്രോൺ. ഓക്കെ, അപ്പം ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന രീതി മാറി. അടുത്തത് പീരീഡ്. പീരീഡിന്റെ പഴയ റൂൾ തന്നെ ഏറ്റവും വലിയ സംഖ്യ, ഇടത്തെ സെറ്റിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പറാണ് പീരീഡ്. അപ്പൊ ഇതിൽ ഇടത്തെ സെറ്റിൽ കിടക്കുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോ പീരീഡ് 4. ഇവിടെയും തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ബ്ലോക്ക് എടുത്തത്, അതുകൊണ്ട് അതിന് ഇടത്തെ സെറ്റിൽ കിടക്കുന്ന നമ്പർ എടുക്കരുത്. ഞാൻ പറഞ്ഞു, ഏറ്റവും ഇടത്തെ സെറ്റിൽ കിടക്കുന്നതിൽ വലിയ സംഖ്യ എടുക്കും. ഓക്കെ, എവിടെ കിടക്കുന്നതെന്ന് നോക്കണ്ട, ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതാണ് പീരീഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എസ് ബ്ലോക്ക് എസ് ആയിരുന്നു. എസിന് മുകളിൽ കിടക്കുന്ന നമ്പറിനെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് എടുത്തു. രണ്ടാമത് പി കണ്ടുപിടിച്ചു. പിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറെ +12 ആഡ് ചെയ്തു. അടുത്തത് ബ്ലോക്ക് ഡി ആണ്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള റൂൾ മാറുകയാണ്. ഒരു എലമെന്റ് ഡി ബ്ലോക്ക് ആണെന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ഡിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറും തൊട്ട് വലത്തെ സൈഡിൽ കിടക്കുന്ന നമ്പറുടെ കൂട്ടുക. അപ്പോൾ ഒരു എലമെന്റ് ഡി ബ്ലോക്ക് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുകളിൽ കിടക്കുന്ന നമ്പറും അതിന് വലത്തെ സൈഡിൽ കിടക്കുന്ന നമ്പറുടെ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഡിയുടെ മുകളിൽ കിടക്കുന്നത് 5, തൊട്ട് വലത്ത് കിടക്കുന്നത് 2. അപ്പൊ 5 + 2 7. സോ ഈ എലമെന്റ് അല്ലെ ഡി എന്ന എലമെന്റ് ഏത് ഗ്രൂപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്. ഇതാണ് പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കുന്ന രീതി. അപ്പൊ എസ് ബ്ലോക്ക് മുകളിൽ കിടക്കുന്ന നമ്പർ ഗ്രൂപ്പ്, പി ബ്ലോക്ക് മുകളിൽ കിടക്കുന്ന നമ്പർ +12,
ടി ബ്ലോക്ക് ആണെങ്കിൽ 2 കൊണ്ടുപിടിക്കുന്നത് മുകളിൽ കിടക്കുന്ന നമ്പർ തൊട്ട് വലതുവശത്ത് കിടക്കുന്ന നമ്പറിലൂടെ ആഡ്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് പീരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കുക. അതാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. മോളിക്കുലാർ ഫോർമുല ഇതാണ് മിക്കവാറും ഉള്ളവർക്ക് ഈ ചാപ്റ്ററിലെ ടഫ് പോർഷൻ എന്ന് പറയുന്നത്. മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന സാധനം. ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. ഈ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ പല ടൈപ്പ് തരാം. ചിലപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡയറക്റ്റ് തരാം, ചിലപ്പോൾ സബ്സ്റ്റൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരാം, ചിലപ്പോൾ അറ്റോമിക് നമ്പർ തരാം, അല്ലെങ്കിൽ അയോൺസിന്റെ ചാർജ് തരാം. ഇങ്ങനെ പല ടൈപ്പ് തരാം. എന്ത് തന്നാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഓക്സിഡേഷൻ നമ്പർ. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഏറ്റവും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. എ എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 11, ബി എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 17. എയും ബിയും കൂടെ കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 2 അറ്റോമിക് നമ്പർ നോക്കണം. അപ്പൊ അറ്റോമിക് നമ്പറിൽ നിന്ന് നമ്മൾ എങ്ങനെ മോളിക്കുലാർ ഫോർമുലയിൽ എത്തും? ഓക്കെ, അപ്പൊ അറ്റോമിക് നമ്പർ ആണ് തന്നിരിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, പകരം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് 2,8,1 11 ആണ് അറ്റോമിക് നമ്പർ. 2, 8, 1 എന്ന് എഴുതാം. അതുപോലെ ബി എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അതിനെ നമുക്ക് എഴുതാം 2, 8, 7. അപ്പൊ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് എ എഴുതുന്നത് 2, 8, 1, ബി എഴുതുന്നത് 2, 8, 7. ഇത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷൻ അതായത് ഒരു ഇലക്ട്രോൺ ആണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്ന റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത് എങ്ങനെയാണെന്ന് അനുസരിച്ച് ലാസ്റ്റ് സെക്ഷൻ ലാസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ വരണം. ഇതിനകത്ത് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഒരെണ്ണം. ഈ ആറ്റത്തിന് 8 ആക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഒരെണ്ണത്തേക്ക് കളയുമ്പോൾ ഇതങ്ങ് പോകും, പിന്നെ 8 ഉള്ളൂ. അപ്പൊ ഒരെണ്ണത്തെ കളയുമ്പോൾ കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ചാർജ്, ഒരെണ്ണത്തിനെ കളഞ്ഞാൽ +1. ഈ എലമെന്റ് ആണെങ്കിൽ ലാസ്റ്റ് സെക്ഷനിനകത്ത് ലാസ്റ്റ് ഷെല്ലിനകത്ത് 7 ഇലക്ട്രോൺ ആണുള്ളത്. 7 ഇലക്ട്രോൺ 8 ആക്കാം. ഒരെണ്ണത്തെ വാങ്ങിച്ചാൽ അപ്പൊ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കാം. 7 എണ്ണത്തെ കളയാൻ പാടാണ്, പകരം ഒരെണ്ണത്തെ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഒരെണ്ണത്തെ വാങ്ങിക്കും. അപ്പൊ ഇവിടെ എത്ര ആവും? 8 ആകും. അപ്പൊ ഒരെണ്ണത്തെ വാങ്ങിച്ചാൽ നെഗറ്റീവ് ചാർജ് 1 ഉള്ളതിനാൽ -. ഇങ്ങനെ ചാർജോടുകൂടി റെപ്രസെന്റ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കും. കാരണം ഇവിടെ അറ്റോമിക് നമ്പറാണ് തന്നത്, നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ആ നമ്പറുകളിൽ മാറ്റിയിടാം. +1, 1, -1, 1. ഓക്കെ, അതിനുശേഷം കാര്യങ്ങൾ നോക്കാം. എയുടെ നമ്മൾ കണ്ടുപിടിച്ച ഓക്സിഡേഷൻ നമ്പർ പോസിറ്റീവ്, ടിയുടെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള എലമെന്റിന്റെ സിംബൽ. അപ്പൊ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള സിംബൽ എ ആണ്. അതിനാൽ നമ്മൾ എ എന്ന സിംബല് ആദ്യം എഴുതുക. രണ്ടാമത് നെഗറ്റീവ് സിംബൽ പി, അത് ചേർത്ത് എഴുതുക എ പി. അതിനുശേഷം എയുടെ നമ്പർ എയുടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്പർ 1 അത് ബിക്ക് താഴെ എഴുതുക. ബിയുടെ നമ്പർ എക്കും താഴെ എഴുതുക. അപ്പൊ എയുടെ നമ്പർ എന്താ? 1. അത് ബിക്ക് താഴെ, ബിയുടെ നമ്പർ എക്കും താഴെ. 1, 1 ആണ്. 1 നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറില്ല. സോ ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ തന്നത് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പറിൽ നിന്നാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. അതിൽ നിന്നാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുലയിൽ. ഇതുപോലെ അറ്റോമിക് നമ്പർ തരാതെ പകരം സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് നിങ്ങളോട് ഇതുപോലെ എഴുതാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടും ഇതുപോലെ എഴുതാൻ പറയാറുണ്ട്. രണ്ടായാലും ഇതിനകത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ ആണ്. അതിൽ നിന്ന് മാത്രമേ മോളിക്കുലാർ ഫോർമുല എഴുതാൻ പാടുള്ളൂ. അപ്പൊ അനന്തര എക്സാമ്പിൾ പറയാം. T എന്ന എലമെന്റ്, ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5. Q എന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. P യും Q യും കൂടെ കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതും. അപ്പോൾ നമുക്ക് ആദ്യം P എന്ന എലമെന്റ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഓക്സിഡേഷൻ നമ്പറാണ്.
ഇതിൽ നിന്ന് എങ്ങനെ ഓക്സിജൻ നമ്പർ എത്തിച്ചേരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കിടക്കുന്ന നമ്പറുകൾ കൂട്ടി നമ്മൾ മാറ്റി എഴുതുക. 2+2+5 9. അതുപോലെ ക്യൂവിനെ കൂട്ടി എഴുതുക 12. 2 2 6 2 12. ഇങ്ങനെ നമ്മൾ മുകളിൽ കിടക്കുന്ന നമ്പറുകൾ കൂട്ടി എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, മുകളിൽ കിടക്കുന്ന നമ്പറുകൾ കൂട്ടി എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അപ്പൊ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ അവിടെ എത്തി, അറ്റോമിക് നമ്പറിൽ എത്തി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൽ നിന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 2,7. ഇവിടെ എഴുതുക 2,8,2. ഇനി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. ഇത് 8 ആവണമെങ്കിൽ ഒരെണ്ണത്തെ വാങ്ങിക്കണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വാങ്ങിക്കണം. വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാർജ് -1. ഇവിടെ 8 ആവണമെങ്കിൽ രണ്ടെണ്ണത്തെ കളയണം. അപ്പോൾ കളയുമ്പോൾ കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് +2. ഇനി നമ്പറിന്റെ ചാർജ് ഇല്ലാതെ മാറ്റി എഴുതുക 1 2. അടുത്ത് നോക്കേണ്ടത് ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ളതിന്റെ സിമ്പിൾ നോക്കുക. ഇവിടെ ഇതിന് നെഗറ്റീവ് ആണ്, ഇതിനാണ് പോസിറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവിന്റെ സിമ്പിൾ Q ആണ്. അതുകൊണ്ട് ആദ്യം റെപ്രസെന്റ് ചെയ്തത് Q ആണ്. PQ. PQ എന്ന് പറയാനാണ് ഒരു രസമെങ്കിലും, പക്ഷേ സെക്കൻഡ് വൺ Q ആണ് എഴുതേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വാലൻസി Q-ന്റെ ആണ്. അപ്പൊ Q-ന്റെ വേണം ആദ്യം എഴുതാൻ സിമ്പിൾ Q, then again P അടുപ്പിച്ച് എഴുതുക. അത് കഴിഞ്ഞ് ബാലൻസുകൾ മാറ്റി കൊടുത്താൽ മതിയാവും. P-യുടെ നേരെ കിടക്കുന്ന നമ്പർ 1, അത് Q-ന് കൊടുക്കുക. അപ്പൊ 1 എന്നത് Q-ന്, Q-ന് നേരെ കിടക്കുന്ന നമ്പർ 2 എന്നത് P-ക്കും കൊടുക്കുക. 1 റെപ്രസെന്റ് ചെയ്യേണ്ട. സോ ആൻസർ ഈസ് Qp2. ഇതാണ് മോളിക്കുലാർ ഫോർമുല. ഇതാണ് ഇതിനകത്തെ ടഫ് പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോർഷൻ. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അടുത്ത ക്യാരക്ടേഴ്സ് ഓഫ് ബ്ലോക്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലോക്സ്. അപ്പൊ 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റ് മാത്രമാണ് എസ് ബ്ലോക്ക്. 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റിനെ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. Then last electron enters into S subshell. അപ്പോൾ അവസാന ഇലക്ട്രോൺ എവിടെ ആയിരിക്കണം എന്ന് നിർണ്ണയിക്കേണ്ടത് എസ് സബ്ഷെല്ലിൽ ആയിരിക്കണം. അപ്പോൾ എസ് സബ്ഷെല്ലാണ് അവസാന ഇലക്ട്രോൺ നിറയുന്നതെങ്കിൽ അത് ഏത് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റ്. ഇത് മെറ്റൽസ് ആണ്, ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോ 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റ് ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലാണ്. മെറ്റൽസ് ആണ് എലമെന്റ്സ്, ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് ലോ അയണൈസേഷൻ എനർജി ഉള്ളവയാണ്. അപ്പൊ ലോ അയണൈസേഷൻ എനർജി ഉണ്ട്, ഇലക്ട്രോ പോസിറ്റീവ് ആണ്, മെറ്റൽസ് ആണ്, 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പൊ സെക്കൻഡ് ബ്ലോക്ക് എലമെന്റ് ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്ക് എലമെന്റ് 13 to 18 ഗ്രൂപ്പ് എലമെന്റ് ആണ്. Then ഇതിൽ 3 എണ്ണം ഉൾപ്പെടുന്നുണ്ട്. എസ് ബ്ലോക്കിൽ മെറ്റൽ മാത്രമാണെങ്കിൽ ബി ബ്ലോക്കിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, ആൻഡ് മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പൊ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉൾപ്പെടുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ലോ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എസ് ബ്ലോക്കിനാണെങ്കിൽ ഡി ബ്ലോക്കിന്റെ പ്രത്യേകത ഹൈ അയണൈസേഷൻ എനർജി. എസ് ബ്ലോക്ക് എലമെന്റ് ഇലക്ട്രോ പോസിറ്റീവ് ആണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ് മോസ്റ്റും ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇത്രയുമാണ് പി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എസിന്റെ പ്രത്യേകത 1, 2 ഗ്രൂപ്പ്, പി ആകുമ്പോൾ 13 to 18 ഗ്രൂപ്പ്. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സിൽ 3 ഉൾപ്പെടുന്നു, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റൽസ്. എസ് ബ്ലോക്ക് എലമെന്റ് ലോ അയണൈസേഷൻ എനർജിയാണ്, പി ബ്ലോക്ക് എലമെന്റ് ഹൈ അയണൈസേഷൻ എനർജിയാണ്. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ 2 ബ്ലോക്ക് കഴിഞ്ഞു, എസും പി. അടുത്ത ഡി ബ്ലോക്ക് എലമെന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്നുകിൽ ഡി ആയിരിക്കും അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ഇത് രണ്ടിലേതെങ്കിലുമാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ് 3 to 12 ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതായത് 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക്. ഈ ഡി ബ്ലോക്ക് എലമെന്റിന് വേറെ പേരുണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതുവരെ പലയുടെ കോമ്പൗണ്ട്സ്.
കളേഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളേഡ് കോമ്പൗണ്ട്സ്, ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചോണം. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, അതുപോലെ കളേഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കഴിവും. അതാണ് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇത് കാറ്റലിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത. അപ്പോൾ 3 ട്യൂട്ടോറിയൽ ഗ്രൂപ്പ് ട്രാൻസിഷൻ എലമെന്റ്സ് അറിയപ്പെടുന്നു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, കളേഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു, അതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, ലാന്തനോയിഡ് എന്നും ആക്റ്റിനോയിഡ്. ഇതിൽ ആക്റ്റിനോയിഡ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. ആക്റ്റിനോയിഡ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിനകത്ത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡി ബ്ലോക്ക് കാണിക്കുന്ന പോലെ തന്നെ എഫ് ബ്ലോക്കും കാണിക്കുന്നുണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ ഡി ബ്ലോക്ക് എലമെന്റിനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, എഫ് ബ്ലോക്ക് എലമെന്റിനെയും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ എഫ് ബ്ലോക്ക് എലമെന്റിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് എലമെന്റ്സ് ആണ് യുറേനിയം, തോറിയം. ഇവ രണ്ടും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് എലമെന്റ്സ് ആണ് യുറേനിയവും തോറിയം. ഇത്രയാണ് ബ്ലോക്കുകളുടെ ക്യാരക്ടേഴ്സ്. പ്രധാനപ്പെട്ട 4 ബ്ലോക്കുകളാണുള്ളത്, എസ്, ഡി, എഫ്. പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത് ഡിയും എഫും ആണ്. ഇത് രണ്ടുമാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്യാരക്ടേഴ്സ് ഓഫ് ബ്ലോക്സ്. ഈ ഒരു ചെറിയ പോർഷൻ കൂടി ഉള്ള ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ. അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഷോർട്ട് ഫോം. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോം കൂടിയാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഷോർട്ട് ഫോം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നോബിൾ ഗ്യാസസിനെ പരിചയപ്പെടുന്നു. നോബിൾ ഗ്യാസസ്, അതിൽ ഫസ്റ്റ് വൺ ഹീലിയം ആണ്, സെക്കൻഡ് വൺ നിയോൺ ആണ്, തേർഡ് വൺ ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റെഡോൺ. ഇത് ഇത്രയാണ് നോബിൾ ഗ്യാസസ്. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ടെണ്ണം വേണം, നിയോൺ ആൻഡ് ആർഗൺ. അപ്പൊ നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്, ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. അപ്പൊ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. ആർഗണിന്റെ 1s2 2s2 2p6 3s2 3p6. ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം p6 ആയിട്ട് നിൽക്കുന്നത്, p6 ആയിട്ട് അവസാനിക്കുന്നവയെല്ലാം നോബിൾ ഗ്യാസസ് ആയിരിക്കും. p6 ആയിട്ട് അവസാനിക്കുന്നതാണ് നോബിൾ ഗ്യാസ്. അപ്പൊ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2p6 വരെ, ആർഗണിന്റെ 3p6. ഇനി ഷോർട്ട് ഫോം എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 11. ഈ സോഡിയം എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 11 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പറയുന്നത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയറസ്റ്റ് നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ചേർത്തിട്ടുണ്ട്. അപ്പൊ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ താഴെയാണ്, ഇതിൽ ഏത് നോബിൾ ഗ്യാസ് ആയിട്ട് ചേർത്ത്. അപ്പൊ ആദ്യം നിങ്ങൾ സോഡിയത്തിന്റെ സ്ട്രക്ചർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2 2s2 2p6 3s1. ഓക്കെ, 11 ഇലക്ട്രോൺസ്, 6 2 8 2 13 11 ഇലക്ട്രോൺസ്. അപ്പൊ 11 അറ്റോമിക് നമ്പറുള്ള സോഡിയത്തിന്റെ സ്ട്രക്ചർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നമ്മൾ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിട്ട് എഴുതുമെന്ന് പറഞ്ഞാൽ ഇതിന് അടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? 11. 11ന് മുമ്പേ ഉള്ള നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 10 അറ്റോമിക് നമ്പറാണ്. അപ്പൊ 10 അറ്റോമിക് നമ്പറുള്ള നോബിൾ ഗ്യാസ് നിയോൺ ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2p6 വരെ, ഇത് നോക്കിയേ, 2p6 വരെ 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോണിന്റെ. അപ്പൊ നമുക്ക് 2p6 വരെ ഉള്ളത് മാറ്റിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നിയോൺ എന്ന് കൊടുക്കുക. ഇനി ബാക്കി എന്ത് മാത്രമുണ്ട്? ഒരു 3s1 അതുകൂടെ കൂട്ടിച്ചേർത്തില്ല. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് ഫോം എന്ന് വിളിക്കുക. അപ്പൊ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ഫോം. അപ്പൊ ഇത് നിയോൺ ഒരു എക്സാമ്പിൾ. അതുപോലെ ആർഗണിനും വരാം. അതായത് 3p6 കഴിഞ്ഞ എന്തെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആർഗൺ വെച്ചിടാം. ഫോർ എക്സാമ്പിൾ കാൽസ്യം അറ്റോമിക് നമ്പർ 20. അപ്പൊ കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ആദ്യം കാൽസ്യത്തിന്റെ സ്ട്രക്ചർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2 2s2 2p6 3s2 3p6 3d 4s2. 20 ആണ് 4s കംപ്ലീറ്റ് ആകുമ്പോൾ എഴുതുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 2p6 വരെ നിയോണാണ്. പക്ഷേ 2p6 വേറെ ആരാണ്? 3p6. അപ്പൊ 3p6 വരെയുള്ള ആരാണ്? ആർഗൺ.
അപ്പൊ നമുക്ക് 1s മുതൽ 3p 6 വരെ ഒഴിവാക്കിയിട്ട് പകരം സ്ക്വയർ ബ്രാക്കറ്റിൽ r1 കൊടുക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കുക. 3d 4s2. ഈ 3d എഴുതണമെന്നില്ല, കാരണം 3d ഒക്കെ എളുപ്പമില്ലാത്തതിനാൽ 3d എഴുതണമെന്നില്ല, 4s2 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ഫോം. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്.